ശ്രീ റഹീം, എന്തുകൊണ്ട് കേരളത്തിനൊന്നും കിട്ടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വന്നു കഴിഞ്ഞു കേട്ടോ. ശ്രീ റഹീം, കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം വരികയാണ്. അദ്ദേഹം പറയുന്നു, നിലവിൽ കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ വികസനത്തിനാണ് ശ്രദ്ധ. പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് സഹായം ആദ്യം നൽകുന്നത്. കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ സഹായം കിട്ടും. റോഡില്ല, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞാൽ സഹായം തരാം എന്നാണ്. അപ്പോൾ ഇനി പിന്നാക്കം പോണം, പുറകോട്ടേക്ക് നടന്നാൽ വല്ലതും കിട്ടും. അതായത് ശ്രീ ജോർജ് കുര്യന് നന്ദി ഈ നിമിഷം. കാരണം കേരളത്തിൽ ഇതുവരെ കാലുകുത്താൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് BJP. ഇപ്പം BJP ഇതുവരെ ഇതിനകം കാല് കുത്തിക്കഴിഞ്ഞ ഏറെക്കാലം ദീർഘകാലം ഭരിച്ച സംസ്ഥാനങ്ങളാണ് ഇവരീ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. അപ്പോൾ BJPക്ക് സ്വാധീനമില്ലാതിരുന്ന സ്ഥലത്ത്, ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലത്ത് വലിയ തോതിലുള്ള വികസനം ആയിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ BJPക്ക് സ്വാധീനമുള്ള മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ വികസനമില്ല, റോഡില്ല, പാലമില്ല, വെള്ളമില്ല, സ്കൂളില്ല. അവരെല്ലാം അങ്ങ് കിടക്കുകയാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. നിങ്ങളുടെ നാട്ടിൽ വികസനമില്ല, ഞങ്ങളുടെ നാട്ടിൽ വികസനമുണ്ട്. ജോർജ് കുര്യനും അഭിമാനിക്കാം. കാരണം ജോർജ് കുര്യൻ്റെ പാർട്ടിക്ക് ഇതുവരെ കേരളത്തിൽ നിയമസഭയിൽ പ്രാതിനിധ്യം വരാത്ത, നിയമസഭയിൽ മന്ത്രിസഭയിലേക്ക് വരാൻ പറ്റാത്തത്, അവർക്ക് ഭരിക്കാൻ പറ്റാത്തത്, അവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്തത് ജോർജ് കുര്യനും അഭിമാനിക്കാം. ഒരുപക്ഷെ ഇല്ലെങ്കിൽ ജോർജ് കുര്യനും ഈ നിലയിലെ കോട്ടയത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ജോർജ് കുര്യന് ഇത്രയും വിദ്യാഭ്യാസമെന്ന് മറിച്ച് മുൻനിരയിലേക്ക് ഒരുപക്ഷെ എത്താൻ കഴിയുമായിരുന്നില്ല. കേരളത്തിൽ ജനിച്ചതുകൊണ്ടാണ് ശ്രീ സുരേഷ് ഗോപി കേരളത്തിൽ ജനിച്ചില്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയാണ് ജനിച്ചതെങ്കിൽ വിദ്യാഭ്യാസം നേടുകയും മുൻനിരയിലേക്ക് വരാനും ഇതുപോലെ സാധിക്കുമായിരുന്നു. എനിക്കറിയില്ല. കാരണം എന്താണ്? കേരളം മെച്ചപ്പെട്ട സംസ്ഥാനമാണ്, അതുകൊണ്ട് വികസനം തരുന്നില്ല എന്നാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വിചിത്രമായ വാദം അദ്ദേഹം ഉയർത്തുമെങ്കിലും ഒരു കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, BJPക്ക് സ്വാധീനമില്ലാത്ത കാരണത്താൽ കേരളത്തിൽ വികസനമുണ്ട്, അതുകൊണ്ട് BJPക്ക് സ്വാധീനം ഇവിടെ വരേണ്ടതില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. ഇവിടെ ഗൗരവ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ പറയുന്നു. BJP പ്രതിനിധി പറയുന്നു, ഇവിടെ ഞങ്ങളുടെ ഊന്നൽ മിഡിൽ ക്ലാസ്സിലാണ്. ആ മിഡിൽ ക്ലാസ്സിനോടുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് തന്നെ ഞാൻ രണ്ടാമത് പറയാം. 8 തവണയാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി മിഡിൽ ക്ലാസിനെ കുറിച്ച് പറയുന്നത്. സ്മൃതി പരുത്തിക്കാട് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ടാക്സിൻ്റെ സ്ലാബ് ഉയർത്തിയതാണ്. ഞാൻ ചോദിക്കട്ടെ, ആരുടേതാണ് ഇന്ത്യ? ആകെയുള്ള പരമാവധി ടാക്സ് പേയേഴ്സിൻ്റെ എണ്ണം ഇവിടെ ഫ്രാൻസിസ് ജോർജും അതോടൊപ്പം തന്നെ സ്മൃതി പരുത്തിക്കാടും സൂചിപ്പിച്ചു. ഇന്ത്യയിലെ കോടിക്കണക്കിന് 140 കോടിയിലധികം വരുന്ന ജനങ്ങളിൽ എത്ര പേരെ ബാധിക്കുന്ന കാര്യമാണ്. അവരിലാണ് ഊന്നലെന്നാണ് ശ്രീ ഷാജി രാഘവൻ പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കട്ടെ, ഗവൺമെൻറ് തന്നെ ഈശ്രം പോർട്ടലുണ്ട്. എന്താണ് ഈശ്രം പോർട്ടൽ? ഗിഗ് വർക്കേഴ്സിന് രജിസ്റ്റർ ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനമാണ് പോർട്ടൽ. ആരാണ് ഗിഗ് വർക്കർ? എന്താണ് ഗിഗ് എക്കോണമി? ഈശ്രം പോർട്ടലിൻ്റെ തന്നെ ഡെഫിനിഷനിലേക്ക് പോയാൽ, എനി വർക്കർ who is home based worker, self employed worker or a wage worker in unorganized sector, അസംഘടിത മേഖലയിൽ ജോലി ചെയ്ത്, നമ്മൾ കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ, ഫിസിക്കലി എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ, നമ്മുടെ ഡെലിവറി ബോയ്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ സൊമാറ്റോയിലും ഊബറിലുമെല്ലാം വർക്ക് ചെയ്യുന്ന ഡെലിവറി ബോയ്സും അങ്ങനെയുള്ള അസംഘടിത മേഖലയിലെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവർ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം എത്രയാണെന്ന് അറിയുമോ? നിലവിൽ 30.51 കോടിയാണ്. 30.51 കോടി. 2030 എത്തുമ്പോഴേക്കും ഇത് വീണ്ടും ഇരട്ടിയിലധികം വർദ്ധിക്കും. ഇതിൻ്റെ ആക്ച്വൽ കണക്കല്ല കേട്ടോ, രജിസ്റ്റേർഡ് പീപ്പിളിൻ്റെ എണ്ണമാണ് ഞാനീ പറഞ്ഞത്. ഇതാണ് ഇന്ത്യ. ഇനി ഈ ലോകത്തിലെ ഏറ്റവും അധികം അതിദരിദ്രരുള്ള രാജ്യമാണ് ഇന്ത്യ. അതിദരിദ്രരുടെ ലോകത്തിൽ ഇന്ത്യയുടെ കണക്ക് എത്രയെന്നറിയുമോ? 11 കോടിയിലധികം പേർ ഇന്ത്യയിൽ എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്നവരാണ്. എക്സ്ട്രീം പോവർട്ടി അല്ല കേട്ടോ, പോവർട്ടി അനുഭവിക്കുന്നവർ വേറെയുണ്ട്. ഈ മനുഷ്യരുടെ നാട്ടിലാണ്, കർഷകരുടെ കാര്യം നേരത്തെ പറഞ്ഞു, അതിൻ്റെ എണ്ണം ശ്രീ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ആ രാജ്യത്താണ് ഞങ്ങളുടെ ഫോക്കസ്. ഏതിലാണ്? മിഡിൽ ക്ലാസ്സിലാണ്. അല്ല, നിങ്ങളുടെ ഫോക്കസ് ഡൽഹി തിരഞ്ഞെടുപ്പിലാണ്. അതിനുവേണ്ടി നിങ്ങൾ കൊണ്ടുവന്നൊരു ഗമ്മിക്കാണ്. ഇനി ആ മിഡിൽ ക്ലാസ്സിനോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥത എന്താ? രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ പറയുന്നു, മിഡിൽ ക്ലാസ്സിന് വളരെ പ്രോമിനൻ്റ് റോൾ ഇന്ത്യൻ എക്കോണമിയിലുണ്ട്. അത് പറഞ്ഞതിന് ചേർത്ത് രാഷ്ട്രപതി പറയുന്നു, മിഡിൽ ക്ലാസ്സിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത് സർക്കാർ എംപ്ലോയീസാണ്. ആണല്ലോ.
ശരിയാണ്, ഞാൻ യോജിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഗവൺമെൻറ്, അതോടൊപ്പം തന്നെ പബ്ലിക് സെക്ടർ മേഖല കൂടിയാണ്. ഞാൻ ചോദിക്കുന്നു, എന്താണ് മിഡിൽ ക്ലാസ്സിനോടുള്ള നിങ്ങളുടെ സമീപനം? ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ റെയിൽവേയുടെ സർക്കുലർ ആരംഭിച്ചു കഴിഞ്ഞു ആ നടപടി. രാജ്യത്ത് പെൻഷൻ പറ്റി വരെ പുനർനിയമിക്കുകയാണ്. നിങ്ങളീ പറഞ്ഞ സർക്കാർ സർവീസിലേക്ക് പുതിയ നിയമനങ്ങൾ നടക്കുന്നുണ്ടോ? ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ ഞാനൊരു ഉദാഹരണം പറയാം. IITകളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു കാര്യം ബഡ്ജറ്റിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നിലവിൽ IITയിലെ സ്റ്റാഫ് പാറ്റേൺ എത്രയാണ്? ഒടുവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം ടോട്ടൽ ടീച്ചിങ് ഫാക്കൽറ്റി 11,170 ഇന്ത്യയിലെ IITകളിൽ. അതിൽ 4,500-ലധികം പോസ്റ്റുകൾ വേക്കൻ്റാണ്. അതായത് പകുതിയോളം പോസ്റ്റുകൾ വേക്കൻ്റായി കിടക്കുകയാണ്. ഇത് IITയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യൻ ആർമിയിലേക്ക് വരൂ. ഇന്ത്യയുടെ സേനാവ്യൂഹങ്ങളിലാകെ കരാറുവൽക്കരണം നടപ്പിലാക്കിയില്ലേ അഗ്നിവീറിലൂടെ? നിങ്ങൾ പറയുന്നു മിഡിൽ ക്ലാസ്. ആ മിഡിൽ ക്ലാസ്സിനോട് നിങ്ങളുടെ സമീപനം എന്താ? കൂടുതൽ പേരെ മിഡിൽ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? കൂടുതൽ പേരെ ഈ പറയുന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുകയും യഥാർത്ഥത്തിൽ മിഡിൽ ക്ലാസ്സിനെ തന്നെ നിങ്ങൾ അൺസ്റ്റെബിലൈസ് ചെയ്യുകയും ഡിസ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ ഫോക്കസ് എല്ലാം അതിലാണ്. ഇന്ത്യയുടെ പ്രശ്നം എന്താണ്? ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നം എന്താണ്? ഒന്ന് വിലക്കയറ്റാണ്, രണ്ട് തൊഴിലില്ലായ്മയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു ഒരു റോഡ് മാപ്പാണ് എന്ന് ശ്രീ ഷാജി രാഘവൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്ത് റോഡ് മാപ്പാണ്? ആ റോഡ് മാപ്പിൻ്റെ ആഫ്റ്റർ മാത്ത് എന്താണ്? കഴിഞ്ഞ 3 പാദങ്ങളിലായി തുടർച്ചയായി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച താഴേക്ക് പോവുകയാണ്. സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നില്ല, ഇടർച്ചയാണ്, താഴേക്ക് പോവുകയാണ്. 8.5-ൽ നിന്ന് പുതിയ പ്രതീക്ഷ നിങ്ങൾ വെക്കുന്നത് എക്കണോമിക് സർവേ റിപ്പോർട്ട് 6% മുകളിൽ മാത്രമാണ്. 6% മുകളിൽ 6.5, 6% ഏതാണ്ടത് ഉറപ്പിക്കുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, എന്തുകൊണ്ട് ഈ വളർച്ച താഴേക്ക് പോകുന്നു ഒന്ന് വിശദീകരിക്കാമോ? നിങ്ങളെന്തോ വലിയ സംഭവം ചെയ്യുന്നു പറയുന്നു, പിന്നെ എന്തുകൊണ്ട് ഈ വളർച്ച താഴേക്ക് പോകുന്നു എന്ന് നിങ്ങൾ വിശദീകരിക്കണ്ടേ? ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാതെ ഇന്ത്യൻ എക്കോണമിയെ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ശരി, ഇന്ത്യൻ സാമ്പത്തിക വളർച്ച താഴേക്ക് പോകുന്നുവെന്ന് എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ സാധൂകരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ഈ പറയുന്ന റോഡ് മാപ്പ്, നിങ്ങളീ പോകുന്ന വഴി, അത് സാധാരണക്കാരൻ്റെ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉയർത്താൻ പറ്റുന്നതല്ല, മറിച്ച് അവൻ്റെ ലിവിങ് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നതാണ്. നിങ്ങൾ 1 ലക്ഷം രൂപ വരെയുള്ള വരുമാനമുള്ളവർക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്ന് പറയുന്നു, മിഡിൽ ക്ലാസിൻ്റെ കയ്യടി നേടുന്നു, ഡൽഹി തിരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെക്കുന്നു. അതേസമയം അവർക്ക് മേൽ മറ്റ് ടാക്സുകൾ, മറ്റെന്തെല്ലാം തരത്തിലുള്ള അവരുടെ ജീവിത ചെലവ് ഉയർന്നുകൊണ്ടിരുന്നിട്ട് വേറെ കാര്യമുണ്ടോ? ഞാൻ ഗവൺമെൻറ്റിന് നേരിട്ട് ടാക്സ് അടയ്ക്കേണ്ട, ഡയറക്റ്റ് ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്നു. പക്ഷേ ഇൻവിസിബിൾ ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിൽ എന്നെ വീണ്ടും കുരുക്കിയാൽ, എൻ്റെ ജീവിത ചെലവ് ഉയർന്നുകൊണ്ടിരുന്നാൽ, എൻ്റെ ലിവിങ് എക്സ്പെൻഡിച്ചർ ഉയർന്നുകൊണ്ടിരുന്നാൽ എന്തുപയോഗമാണുള്ളത്? എൻ്റെ ലിവിങ് എക്സ്പെൻഡിച്ചർ ഉയരുന്ന പ്രവണത അവസാനിക്കുകയും മറിച്ച് എൻ്റെ വരുമാനം വർദ്ധിക്കുകയും ആ വരുമാനം ഉപയോഗിച്ച് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യാതെ ഇന്ത്യൻ എക്കോണമിയെ നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ഒരു ശ്രമവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളുടെ റോഡ് മാപ്പ് അതേ റോഡ് വഴി തന്നെ വെട്ടിത്തെളിച്ച് പോവാണ്. ആ റോഡ് മാപ്പ് കൂടുതൽ ആപൽക്കരമായ പ്രതിഭാസം, ഇന്ത്യയിൽ അസമത്വം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന, വളർച്ചാ നിരക്ക് പൊതുവിൽ ഇടിക്കാൻ സാധ്യതയുള്ള, അതിലുപരി തൊഴിലില്ലായ്മ അതിരൂക്ഷമാക്കാൻ സാധ്യതയുള്ള പെർമനന്റ് എംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ പെർമനന്റ് എംപ്ലോയ്മെന്റ് മാത്രം കൊണ്ട് നമുക്ക് ഇന്ത്യയിലെ ജോബ് ഇഷ്യൂവിനെ നമുക്ക് പരിഹരിക്കാനാകില്ല. അതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി, അതിലുപരി ലിവിങ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പ്രാപ്തമായ വരുമാനം ലഭിക്കുന്ന ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാതെ എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുക? ശരി, ഞാൻ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ആദി കേശവിന്റെ അഭിപ്രായം കൂടി തേടി നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം. റഹീം, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.